ഇത് ആദ്യകാലത്തെ ഒരു മൾട്ടി സ്റ്റാർ ചിത്രമാണ്. ഈ ചിത്രത്തിൽ ആദ്യമായി ഒരു സംഗീത സംവിധായകൻ മലയാളത്തിലേക്ക് വരുന്നു, എം.എസ്. വിശ്വനാഥൻ. മലയാളിയായ എം.എസ്. വിശ്വനാഥൻ മലയാള ഭാഷയിൽ ആദ്യം സംഗീതം ചെയ്ത ഒരു സിനിമ എന്ന ബഹുമതി കൂടി ഈ സിനിമയ്ക്ക് ചെന്ന് ചേരുന്നുണ്ട്. തമിഴും മലയാളവും എല്ലാം കൂടെ എടുത്ത് നോക്കുമ്പോൾ എനിക്കൊന്ന് ഇത്രയധികം മധുര ഗാനങ്ങൾ സമ്മാനിച്ച മറ്റൊരു സംഗീത സംവിധായകനില്ല. അദ്ദേഹത്തോടൊപ്പം രാമമൂർത്തി സാർ ഉണ്ടായിരുന്നുവെങ്കിൽ കൂടിയും എം.എസ്.വി. സാറിൻ്റെ സംഭാവന നമ്മുടെ ദക്ഷിണേന്ത്യൻ ചലച്ചിത്ര സംഗീതത്തിന് ഏറ്റവും വലിയ ഒരു മുതൽക്കൂട്ടായിട്ട് എല്ലാ കാലവും നിലനിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും സുന്ദരമായ പാട്ടുകളിലൊന്നാണ് ഇത്. കർണാടക സംഗീത രാഗത്തെ അടിസ്ഥാനപ്പെടുത്തി ചിട്ടപ്പെടുത്തിയ പാട്ടാണ്. അതിനേക്കാൾ ഉപരിയായിട്ട് എല്ലാ കാലത്തും സ്വർഗനന്ദിനി എന്ന് പറഞ്ഞ പാട്ടിലൂടെ പലപ്പോഴും നമ്മൾ പരിപാടികൾ തുടങ്ങാറുണ്ട്. നല്ലൊരു തുടക്കമായിട്ട് എപ്പോഴും നമ്മളെല്ലാവരും പാട്ടുകാരും മനസ്സിൽ സൂക്ഷിക്കുന്ന പാട്ടാണ് സ്വർഗനന്ദിനി സ്വപ്നവിഹാരിണി. സ്വർഗനന്ദിനി സ്വപ്നവിഹാരിണി ഇഷ്ടദേവതേ സരസ്വതി, ഇഷ്ടദേവതേ സരസ്വതി. സ്വർഗനന്ദിനി സ്വപ്നവിഹാരിണി ഇഷ്ടദേവതേ സരസ്വതി, ഇഷ്ടദേവതേ സരസ്വതി. തിരുവാഭരണം ചാർത്തി ഉണർന്നു തിരുവാതിര നക്ഷത്രം. ഈ ഗാനം എഴുതുമ്പോൾ ശിവകുമാരൻ തമ്പി സാറിന് അറിയില്ലായിരുന്നു അത്രേ ജയചന്ദ്രൻ ചേട്ടൻ തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ച ഒരാളാണെന്നുള്ള കാര്യം. പക്ഷേ ഈ റെക്കോർഡിങ് കഴിഞ്ഞപ്പോഴാണ് ജയചന്ദ്രൻ പറയുമ്പോഴാണ് അറിയുന്നത് തമ്പി സാറിന് ജയചന്ദ്രൻ ചേട്ടൻ തിരുവാതിര നക്ഷത്രക്കാരനാണെന്നുള്ളത്. അതുകൊണ്ടായിരിക്കാം ജയചന്ദ്രൻ ചേട്ടൻ പെട്ടെന്ന് ദേഷ്യമൊക്കെ വരുന്ന ഒരാൾ. കാരണം തിരുവാതിര നക്ഷത്രക്കാർ പൊതുവേ ശിവൻ്റെ നക്ഷത്രമല്ലേ തിരുവാതിര, പെട്ടെന്ന് ദേഷ്യം വരുമെന്ന് പറയും. പക്ഷെ അത് ഒരു കാര്യത്തിന് വേണ്ടി ആയിരിക്കുമെന്ന് മാത്രം, അത് വളരെ ന്യായമായ ദേഷ്യമായിരിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്തായാലും തിരുവാഭരണം ചാർത്തി ഉണർന്നു തിരുവാതിര നക്ഷത്രം എന്ന ഗാനം തിരുവാതിര നക്ഷത്രക്കാരനായ ജയചന്ദ്രൻ ചേട്ടന് തന്നെ കിട്ടിയത് അതൊരു ദൈവത്തിൻ്റെ നിയോഗം എന്നല്ലാതെ എന്താ പറയുക നമ്മൾ. തിരുവാഭരണം ചാർത്തി വിടർന്നു തിരുവാതിര നക്ഷത്രം, തിരുവാഭരണം ചാർത്തി വിടർന്നു തിരുവാതിര നക്ഷത്രം. പ്രിയദർശിനി നിൻ ജന്മദിനത്തിൽ ഹൃദയം തുടികൊട്ടുന്നു, ഹൃദയം തുടികൊട്ടുന്നു. പുഷ്പാഞ്ജലി എന്ന സിനിമയിലെ ഒരു പ്രധാന ഗാനമാണ് ദുഃഖമേ നിനക്ക് പുലർകാല വന്ദനം. തത്വചിന്താപരമായ ഔന്നത്യം പുലർത്തുന്ന ഒരു ഗാനമാണിത്. ഇതിൽ ബൗദ്ധ ദർശനവും അടങ്ങിയിരിക്കുന്നു, മനുഷ്യബന്ധങ്ങളെ വ്യാഖ്യാനിക്കുന്നു. നമ്മൾ അതിൻ്റെ ഓരോ വരികളിലൂടെ പോകും. ജനിക്കുമ്പോൾ അച്ഛനെ വേർപിരിയും, ഒരിക്കലും കാണാതെ നീ കരയും എന്ന് പറഞ്ഞ് പലപ്പോഴും ആ പാട്ട് ഒരൊറ്റ തവണ കേൾക്കുമ്പോൾ തന്നെ ആസ്വാദകൻ്റെ മനസ്സിലേക്ക് ആ വരികൾ നിറഞ്ഞ് വരുന്നു എന്നുള്ളതാണ് കാര്യം. ഈ പാട്ടിൻ്റെ ലിറിക്സും മ്യൂസിക്കും തമ്മിലുള്ള ബന്ധം കൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും അതൊരു ഈണമായിട്ട് നമുക്ക് മൂളാൻ പറ്റില്ല. ആരും എന്ന് പാടുന്ന ഞാൻ കേട്ടിട്ടില്ല. ദുഃഖമേ എന്ന് തന്നെ നമുക്ക് പാടാൻ സാധിക്കുള്ളൂ. അതുതന്നെയാണ് ആ പാട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ദുഃഖമേ ദുഃഖമേ പുലർകാലവന്ദനം, ദുഃഖമേ നിനക്ക് പുലർകാലവന്ദനം, കാലമേ നിനക്കഭിനന്ദനം, എന്റെ രാജ്യം കീഴടങ്ങി എന്റെ ദൈവത്തെ ഞാൻ വണങ്ങി. ദുഃഖമേ ദുഃഖമേ. അന്നത്തെ കാലത്ത് പിയാനോ യൂസ് ചെയ്ത് കേൾക്കുന്ന ഗാനങ്ങൾ വളരെ അപൂർവമായിരുന്നു. ഒരു മായാജാലകവാതിൽ തുറക്കുകയൊക്കെ നമുക്ക് ഓർമ്മയുണ്ടെങ്കിലും കൂടി ഫീമെയിൽ സോങ്സിൽ പ്രത്യേകിച്ചും നക്ഷത്ര കിന്നരന്മാർ വിരുന്നുവന്നു എന്ന ഗാനം നമുക്ക് ഓർക്കുമ്പോൾ പെട്ടെന്ന് പിയാനോ വായിച്ച് വിജയശ്രീ പാടുന്നതായിട്ടാണ്. ഒരു കല്യാണ നിശ്ചയത്തിനായിട്ട് വിജയശ്രീ പാടുന്നൊരു ഗാനമാണ്. കല്യാണം നിശ്ചയിക്കാൻ പോകുന്ന പയ്യൻ പ്രേംനസീറാണ്. പ്രേംനസീർ പക്ഷേ കല്യാണ നിശ്ചയത്തിന് എത്തുന്നില്ല. അത് കാരണം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മുഴുവൻ, ഇതിൻ്റെ BGM വരുന്ന സമയത്ത് മുഴുവൻ വെസ്റ്റേൺ ടൈപ്പ് ഒരു സാക്സഫോണൊക്കെയാണ്.
നമ്മൾ വിചാരിക്കും പെട്ടെന്ന് ഇത്രയും മെലഡി ആയിട്ടൊരു പാട്ടിൻ്റെ ഇടയിൽ എന്താ ഇങ്ങനെ ഒരു ബിറ്റ് വരുന്നതെന്നുള്ളത്. പക്ഷേ ആ സമയത്ത് പ്രേം നസീർ വേറെ ഗേൾ ഫ്രണ്ട്സുമായിട്ട് അടിച്ചു പൊളിച്ച് നടക്കുന്ന ഒരു സീൻസായിട്ട് നമുക്ക് കാണുന്നത്. ക്ലബ്ബിലൊക്കെ അദ്ദേഹം ഡാൻസ് കളിക്കുന്നതായിട്ടും അച്ഛൻ പ്രേം നസീർ വയസ്സായിട്ട് ഈ രംഗത്ത് ഇവിടെ ഇരിക്കുന്നുണ്ട്. പ്രേം നസീർ 3 റോളോ മറ്റോ ചെയ്ത ഒരു ചിത്രമായിരുന്നു പുഷ്പാഞ്ജലി. എന്തായാലും നക്ഷത്ര കിന്നരന്മാർ എന്നുള്ള ഗാനം ആ ഒരു അതിൻ്റെ ഓർക്കസ്ട്രേഷനും അതിൻ്റെ ആ ഗാനവും സുശീലാമ്മയുടെ ആ ഒരു ആലാപനവും എല്ലാം കൂടി നമുക്ക് ഇപ്പോഴും മറക്കാനാവാത്തൊരു ഗാനമാണ്.